നമസ്കാരം മക്കളെ. ഞാനേ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം പാടശേഖരമായിരുന്നു, ഏക്കർ കണക്കുള്ള പാടമാണ്. കൃഷി ഇറക്കാതിരുന്ന് അവിടെ എല്ലാം കാടായി കിടക്കുന്നു. ഇന്നലെ പരിസ്ഥിതി ദിനമായിരുന്നല്ലോ, എല്ലാവരും വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കാണുമല്ലോ. പക്ഷേ ഇവിടെ വെച്ച് പിടിപ്പിക്കാതെ തന്നെ കാടായിരിക്കുകയാണ്. മനുഷ്യർ കൃഷിയൊന്നും ഇറക്കാതെ 3 ട്രിപ്പ് കൃഷി ഒരു വർഷം നടക്കുന്ന 2 നെൽകൃഷി, ഒരു വെള്ള കൃഷി. ഇതൊക്കെ ഞാനും കൃഷിയുടെ വിളവൊക്കെ എടുത്തിട്ടുള്ള ആളാണ് കേട്ടോ. അതായത് കൊയ്യുകയും നെല്ല് പറിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇതിപ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്, ഒരു കൗതുകവും തോന്നി. ഞാനിങ്ങനെ വരാറില്ല ഇവിടെ കേട്ടോ. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പൊന്ന് വന്നതാണ്. അന്ന് ഞാനൊരു വീഡിയോ പിടിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കളെ, ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ, ചാലെന്ന് പറയും. ആ ചാലിലായിരുന്നു ഞങ്ങൾ കൂട്ടുകാരത്ത് വന്ന് കളിക്കുന്നത്. എൻ്റെ കൂട്ടുകാരൻ മരിച്ചുപോയി. കൂട്ടുകാരി വിദേശത്താണ്, ഇപ്പോൾ ആരും ഇല്ല ഇവിടെ. പക്ഷേ ഇപ്പോൾ ഈ കാടും ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വിശാലമായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഈ പാടത്തോട് ചേർന്നുള്ള വീടാണ് എൻ്റെത് കേട്ടോ. അപ്പോൾ എനിക്കൊരു വലിയൊരു കൗതുകവും സന്തോഷം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇടുങ്ങിയ ഒരു ജീവിതമല്ലേ, കണ്ടില്ലേ? ഇവിടെയൊക്കെ തെങ്ങുമൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് ആൾക്കാർ. എങ്കിലും കാട് കയറി അപ്പോൾ അവരൊക്കെ തെങ്ങൊക്കെ വെച്ചതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സങ്കടവും ഒരു കൗതുകവും തോന്നി. നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതെല്ലാം പാടം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു കണ്ടില്ലേ, കാട് കയറി കിടക്കുന്നത്. പിന്നെ ഒരു പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇവിടെ വരമ്പായിരുന്നു, അത് ഒന്ന് പുരോഗമിച്ച് പഞ്ചായത്ത് റോഡായി. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് സ്ഥലം, അത് മാത്രം കാടാക്കാതെ ഒരു പരിപാലിച്ച്. അവിടെ പാക്കുതറയായിരുന്നു, ഈ വിത്ത് പാകുന്നതൊക്കെ. എൻ്റെ അച്ഛൻ പണ്ടിവിടെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ കർക്കിടക ചേമ്പ് നടുവായിരുന്നു. അങ്ങനെ ഇതൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ മരിപ്പിന് വന്ന കേട്ടോ. നമ്മുടെ ഒരു ബന്ധു മരിച്ച് അങ്ങനെ വന്നതാണ്. അങ്ങനെ വരാറില്ല ഞാൻ, ഇല്ല കാണുന്നതാണ്. എൻ്റെ വീടാണ് കേട്ടോ. ഇതിപ്പം എൻ്റെ ആങ്ങളയായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന. ആങ്ങള ഇപ്പം ഇല്ല, ആങ്ങള മരിച്ചു പോയി. ആങ്ങള മോനാണ് ഇപ്പോൾ അവിടെ വീട് വെച്ച് താമസിക്കുന്നത്. ഇവിടാണ് എൻ്റെ ആങ്ങള അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. അതങ്ങോട്ട് മാറി ഞങ്ങളുടെ കുരിയാലയാണ് അമ്പലം കേട്ടോ. അപ്പോൾ അവിടെ ഒരു പടുകൂറ്റം മരമുണ്ട്, 150 വർഷം പഴക്കമുള്ളതാണെന്ന് എൻ്റെ നാത്തവും പറയുന്നത്. കാരണം അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോമച്ച വീടാണ് കേട്ടോ. ഞാൻ ഈ വീട്ടിലല്ല ജനിച്ചു വളർന്നത് കേട്ടോ, ചെറിയൊരു വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. പിന്നെ ഇവിടെ ഒരു ആഞ്ഞിലി മരമാണ് മക്കളെ. അപ്പോൾ രാത്രി വെളുപ്പിനെ ഞങ്ങൾ കൂട്ടുകാർ വരും മത്സരിച്ച് ആഞ്ഞിലിക്ക പറക്കാനായി. ആഞ്ഞിലിക്കയല്ല, കാഞ്ഞിരം കേട്ടോ, കാഞ്ഞിരമാണത്. 150 വർഷത്തോളം പഴക്കമുണ്ട്. ഇപ്പോൾ ഉണങ്ങി നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. പിന്നെ ആഞ്ഞിലി, ഞാവൽ, പിന്നെ ഇലഞ്ഞി, പിന്നെ അങ്ങനെ ഒത്തിരി മരങ്ങളുണ്ട്. അപ്പം എൻ്റെ നാത്തൂനും മോനും അവൻ്റെ ഭാര്യയും മക്കളും അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടോട്ട് മാറിയാണ്. അവിടെയാണ് ഞങ്ങളുടെ ഒരു ചിറ്റപ്പനായിട്ട് വരും കേട്ടോ. പുള്ളി മരിച്ചത് ചിറ്റപ്പനായിരുന്നു. അപ്പോൾ അതിന് വന്നാൽ ഞാൻ കേട്ടോ. അപ്പോൾ പാടമൊക്കെ ഒന്ന്